സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മൃതദേഹം കെട്ടറുത്ത് താഴെയിറക്കിയത് എന്ന് മൃതദേഹം താഴെയിറക്കാൻ സഹായിച്ച കോളേജിലെ പാചകക്കാരൻ ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച പ്രതികളാണ് തുണിയറുത്ത് മൃതദേഹം താഴെയിറക്കാൻ തന്നെ സഹായിച്ചത് എന്നും ജെയിംസ് പറയുന്നു. ഇപ്പോൾ സുനിഷ അയ്യല്ലൂർ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും നമ്മോടൊപ്പം ഉണ്ട്. സുനിഷ, പുതിയ വിവരങ്ങളാണ് ഇവയൊക്കെ തന്നെയും. വീട്ടുകാരെങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? നികേഷ്, സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടുകഴിഞ്ഞു ഇതിനോടകം തന്നെ. പക്ഷേ ദുരൂഹതയേറുന്നു എന്നത് തന്നെയാണ് ഈ കുക്കിന്റെ വെളിപ്പെടുത്തലുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. കുടുംബം തുടക്കം മുതൽ പറയുന്ന ഈ കൊലപാതക സാധ്യത, അതേസമയം തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തോട് തന്നെ നമുക്ക് പ്രതികരണം ചെയ്യാം. സിദ്ധാർത്ഥന്റെ അച്ഛൻ കൂടെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് കുക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മരിച്ചതിന് ശേഷമാണ്, മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം തന്നെയാണ് അവർ കെട്ടറുത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതെ, ഇതേ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൊലപാതകമാണ്, ഈ ഡീനാണ് ഇതിൻ്റെ മെയിനായിട്ട് ആൾ, ഡീൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, പക്ഷേ ആരും കേൾക്കുന്നില്ല, ചെവിക്കൊള്ളുന്നില്ല. ഈ പറയുമ്പോൾ കുറച്ച് ചാനലുകളെല്ലാം അത് ഒന്ന് പുറത്തു വിട്ടതുകൊണ്ട് മാത്രമാണ് ഇത് ലോകം അറിഞ്ഞത്. അപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഡീൻ്റെ പങ്ക് വേണം, ഡീൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നല്ല. ഇന്ന് ആ കുക്കിൻ്റെ തെളിവ് വന്നപ്പോൾ അതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പത്രമോ ചാനലോ വേണ്ടി വന്നു. പോലീസ് ഇതുവരെയും കണ്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള തെളിവ് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ അഴിച്ചിറക്കി. വളരെ വിഷമത്തോടെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നടന്ന കാര്യവും എന്തൊക്കെയാണ് നടന്ന കാര്യം നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് വിശദീകരിച്ച് കൊടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നു ഡീൻ്റെ നേതൃത്വത്തിൽ അർത്ഥമാറ്റി ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നില്ല, 1 മണിക്ക് മുതൽ 5 മണി വരെ അവിടെ സമയം കിട്ടി. അതിനിടയ്ക്ക് ഡീൻ വരുന്നു, അഴിച്ചിറക്കുന്നു, ഡീൻ്റെ നേതൃത്വത്തിലെല്ലാം കൊണ്ടുപോകുന്നു. മരിച്ചു എന്ന് ഉറപ്പായ ബോഡി തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹം ഉറപ്പ് പറയുന്നു. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചതിന് ശേഷമാണ് അവർ ചെയ്തത്. മരിച്ചതിന് ശേഷമല്ല, ക്ഷമിക്കണം, കൊന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. കൊന്ന് കെട്ടി തൂക്കിയതിന് ശേഷമാണ് നടന്നത്. നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഇതുപോലുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വന്നു, വേറൊരു കുക്കുണ്ടെന്ന് പറഞ്ഞു. കുക്ക് ഇപ്പം അദ്ദേഹം ഉടനെ ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകത്ത് അവിടുന്ന് പോയി എന്ന് പറയുന്നു. ജീവനും കൊണ്ട് ഓടിയതായിരിക്കാം ചിലപ്പോൾ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നോ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻകാരോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് പോയത്. ഈ കുക്കിനിപ്പോൾ പേടിച്ച് സംസാരം പോലും വരുന്നില്ല. അപ്പോൾ അതിൽ വെച്ച് തന്നെ അറിയാം, വളരെ ദുരൂഹത ഉണ്ട്. ദുരൂഹതയിൽ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ട്. അത് തന്നെയാണ് എല്ലാ ദിവസവും ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷേ പുറത്തു കൊണ്ടുവരാനായിട്ട് അതാ എനിക്ക് സംശയം. പുറത്തു വരുന്നത് പത്രവും ചാനലും അവരൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. ഇതൊരു അന്വേഷണം നമ്മൾ ചോദിക്കുമ്പോഴേ നമുക്കിത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, അന്വേഷണ ഉദ്യോഗസ്ഥന് നല്ല സമ്മർദ്ദം കാണും. അദ്ദേഹത്തിന് ഒരു പരിധി കാണുമായിരിക്കും ഇത് പുറത്തു വിടാനായിട്ട്. അദ്ദേഹം സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കാണണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ CBIക്ക് വേണമെന്ന് പറയുന്നത്. ചില കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു നിസ്സഹായനായിപ്പോവും. ഇപ്പോൾ വളരെ വ്യക്തമാണ് ഡീനാണ് ഇതിൽ ചെയ്തത്. ഡീൻ കൊലക്കുറ്റത്തിന് തന്നെ ഡീൻ അത് വിചാരണ നേരിടണം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പങ്കാണ്. ഇതുവരെയ്ക്കും എന്തുകൊണ്ട് മെയിൻ പ്രതിയിൽ അല്ലെങ്കിൽ മുഖ്യ പ്രതികൾ ഒരാളായിട്ട് എന്തുകൊണ്ട് വന്നില്ല, ഇതുവരെയ്ക്കും എനിക്ക് സംശയമാണ് എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഈ കെട്ടറുക്കുന്നത് തന്നെ. പക്ഷേ പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധപൂർവമായി വരുത്തി തീർക്കാൻ ഡീൻ സംസാരിച്ചതാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ മരിച്ചതാണെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ തെളിവുകളാണ്, പൂർണ്ണമായും വലിയ രീതിയിലുള്ളൊരു തെളിവാണല്ലോ ഇത് മുഴുവൻ. അതെങ്ങനെയാണ് ഈ പറയുന്ന ഡീൻ ഇങ്ങനെ പറയുന്നത്? പോലീസ് പറഞ്ഞു അഴിച്ചു മാറ്റാൻ പറയുന്നത്. അത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ട്, എനിക്കറിയില്ല. ഒരാൾ തൂങ്ങി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, അത് കുഞ്ഞായിക്കോട്ടെ വലുതായിക്കോട്ടെ എത്ര വയസ്സുള്ള ആയിക്കോട്ടെ, ഒരിക്കലും പോലീസ് അങ്ങനെ പറയില്ല നിങ്ങൾ അഴിച്ചു മാറ്റിക്കോളാൻ. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അഴിച്ചു മാറ്റിക്കോളാൻ. അറ്റ്ലീസ്റ്റ് ഒരു അപകടം നടന്നാൽ തന്നെ, ചെറിയൊരു അപകടം നടന്നാൽ തന്നെ പോലീസ് ഓടിയെത്തും അത് നോക്കാനായിട്ട്, അത് ചെക്ക് ചെയ്യാനായിട്ട്. ഒരാൾ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഡീന് പറയുന്നു അഴിച്ചിറക്കാനായിട്ട് പോലീസ് പറഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ ആരാണ്? എന്തുകൊണ്ട് ആ പോലീസുകാരനെ ഇതിൽ പ്രതിയിലല്ല, ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല? വളരെ വലിയൊരു ക്രൈമല്ലേ? ഒരു പോലീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അഴിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീൻ അങ്ങനെ പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അത് വിളിച്ചത്, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കേസിൽ പരിധിയിൽ കൊണ്ടുവരണം. കൊലക്കുറ്റത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല.
ഈ കേസിൻ്റെ പരിധിയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു അനുവാദം കൊടുത്തത്? നിങ്ങൾ അഴിച്ചു മാറ്റിക്കൂ. കാര്യം ഒരു ക്രൈം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തൂങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ വേണം, അതിൻ്റെ ഫോറൻസിക് തെളിവിനുള്ള എല്ലാ സാധ്യതയും അതിൽ നിന്ന് എടുക്കണം, തൂങ്ങി നിൽക്കുന്ന പൊസിഷൻ വേണം, എല്ലാം ഉണ്ട്. എല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ അഴിച്ചിറക്കാൻ പറ്റുള്ളൂ. അത് എനിക്കറിയാം, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അനുവാദം കൊടുത്തു? ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏത് ഉദ്യോഗസ്ഥന് ഈ ഡീനിന് അനുവാദം കൊടുത്തു? തീർച്ചയായും ഈ പരിധിയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കളോട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI പറഞ്ഞതാ, ഒന്നും സംശയിക്കാനില്ല, നിങ്ങൾ യാതൊരു ഡൗട്ടും ഇതിൽ വേണ്ട, ഇത് ആത്മഹത്യയാണ്. അവർ കുറച്ച് മുറിവുകളും കുറച്ച് ചതവുകളൊക്കെ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹത്തിനോട് ഇതിങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ അവർക്കൊക്കെ ആദ്യത്തെ അനുഭവമാണ്, ഇതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാടുണ്ടല്ലോ, ആ ഒരു പാടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ വൈത്തിരി SI പറയുക, അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾ യാതൊരു രീതിയിലും ഡൗട്ട് കാണിക്കേണ്ട, ഇത് ആത്മഹത്യ തന്നെയാണ്, ഡൗട്ടില്ല, നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോയിക്കോളൂ, സൈൻ ചെയ്തിട്ട് കൊണ്ടുപോയിക്കോളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, സോളിഡായിട്ടുള്ള പുള്ളി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ ഡീനിന് പെർമിഷൻ കൊടുത്തത് നിങ്ങൾ അഴിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന് ശരിക്കും ഈ അന്വേഷണ പരിധിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. എനിക്ക് ഇപ്പോൾ കിട്ടിയ അറിവാണ്. ഇതും പറയും പോലെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയ അറിവായതുകൊണ്ട് ഞാൻ പറയും, ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്, അത് പ്രമുഖ പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ജില്ലാ സ്ഥാനം വഹിക്കുന്ന ഏറ്റവും അടുത്തൊരു ബന്ധുവാണ്, ജില്ലയുടെ സ്ഥാനം വഹിക്കുന്ന അനിയനോ ചേട്ടനോ അങ്ങനെയുള്ള ഏറ്റവും അടുത്ത ബന്ധുവാണ്. പുള്ളിയുടെ പേര് രമേശ. പുള്ളിയാണ് അവിടുത്തെ യൂണിയൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നടക്കുമ്പോൾ പുള്ളി അവിടെ കാണണം, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂണിയൻ്റെ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെയ്ക്കും ഒരു കാര്യം, ഒരു ആരോപണമോ അല്ലല്ലോ ഒരു അന്വേഷണമോ ഒന്നും വന്നിട്ടില്ല. മൂന്നാമത് 3 പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് അന്വേഷണം, അതും തുടക്കം പോലെ ഞാൻ വിളിച്ച് കൂവും പോലെ പറഞ്ഞതാണ്, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇനി എനിക്ക് ധൈര്യമായിട്ട് വീണ്ടും പറയാം, CBI വന്നിട്ടുണ്ട്. അപ്പോൾ CBI എന്നെയല്ലേ ചോദ്യം ചെയ്യുള്ളൂ, നിനക്ക് എങ്ങനെയാണ് പേര് കിട്ടിയെന്ന്, അത് ഞാൻ പറഞ്ഞോളാം. 3 പേര്, ഒന്ന് കാന്തനാഥൻ്റെ ഭാര്യ വിനയ്, അവരവിടെ അസോസിയേറ്റ് പ്രൊഫസറാണ്. രണ്ടാമത് അവിടുത്തെ ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ ലീബ ജേക്കബ്. മൂന്നാമത്തെ ഒരാൾ അഭിജിത്ത്, അവിടുത്തെ PG സ്റ്റുഡൻറ്റ്, മൈക്രോബയോളജിയുടെ PG സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ. ഈ 3 പേരെ കോൾ ലിസ്റ്റുകളൊന്ന് പരിശോധിക്കുക. 18-ാം തീയതി മുതൽ, എൻ്റെ മകനെ കൊന്നത് മുതൽ ഈ മെയിൻ പ്രതികളുമായിട്ടുള്ള ഏതായിരുന്നില്ല അവരുടെ 3 പേരെ ഫോൺ കോൾ, ചാറ്റിംഗ് ആണെങ്കിൽ ഫോൺ കോൾ ഒന്ന് പരിശോധിച്ചാൽ സിദ്ധാർത്ഥന്റെ പിതാവുമായാണ് സുനീഷ് അയ്യലൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് സിദ്ധാർത്ഥന്റെ പിതാവ് അതിനോട് പ്രതികരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല തുറന്നിരിക്കുകയാണ്.